നമസ്കാരം സുഹൃത്തുക്കളെ, 31/2021 കാറ്റഗറിയിൽ നടന്ന എക്സാമിന്റെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും. അപ്പൊ നമ്മൾക്ക് ഈ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ പ്രിലിംസ് വിഭാഗത്തിലാണെങ്കിൽ 10 മാർക്കും, അതേപോലെ മെയിൻസിലാണെങ്കിൽ 5 മാർക്കാണ് അല്ലെ. അങ്ങനെ ടോട്ടൽ എത്ര മാർക്കാണ്? 15 മാർക്കാണ്. നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇരുന്ന് ടോപ്പിക്കുകൾ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് PSC ഇങ്ങനെ ചോദിച്ചു എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ടോപ്പിക്കുകൾ അവിടെ കംപ്ലീറ്റ് ആക്കാനും നമുക്ക് എന്താണ് സാധിക്കും. നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ അതിന്റെ സീരീസ് വേറെ സ്റ്റാർട്ട് ചെയ്തതുമാണ്. പിന്നെ ഇഷ്ടംപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകള്, പുതിയ SCERT കുറെ ചാപ്റ്റേഴ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എല്ലാം എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ റൈറ്റ് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം കൂട്ടുകാര്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് എന്തിനാണ്, നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിലെടുത്ത ടോപ്പിക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസ് വീണ്ടും ഇപ്പൊ ഒരു മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വീണ്ടും എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു മൗലികാവകാശത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വീണ്ടും ഞാൻ അവിടെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൗലികാവകാശത്തെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് വന്നിരിക്കുന്നത്, ആ ടോപ്പിക് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഈ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്താണോ, അതോ അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോഴാണോ, അതോ അടിയന്തരാവസ്ഥ കാലത്തോ, തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ അല്ലെ. നമുക്ക് നമ്മളെ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 30/2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ മൗലിക അവകാശത്തെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഏത് സമയത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? അടിയന്തരാവസ്ഥ കാലത്താണ് അല്ലെ. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്തിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? 3 അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ കിടക്കുന്നത്? 3-ാം ഭാഗത്തിലാണ്. എത്ര മുതലാണ് ആർട്ടിക്കിൾ? 12 മുതൽ 35 വരെയാണ് അല്ലെ. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അല്ലെ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകും പറഞ്ഞു. ഈ 12 മുതൽ 35 വരെയുള്ളത് മുഴുവൻ ആകുമോ? ആകില്ല. ഏതാണ്? 20ഉം 21ഉം ഒഴിച്ചിട്ടുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിഷ്പ്രഭമാകുകയുള്ളൂ. 20ഉം 21ഉം ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യില്ല, റദ്ദ് ചെയ്യില്ല. 20ഉം 21ഉം മാത്രമാണ് മൗലിക അവകാശങ്ങൾ എന്താണ്, അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ 20ഉം 21ഉം ഒഴിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യുന്നത്, നിഷ്പ്രഭമാകുന്നത്. ഓക്കെ. പഠിച്ചോ മറക്കില്ലല്ലോ. അപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 20ഉം 21ഉം നിഷ്പ്രഭമാകില്ല എന്ന് പറയാൻ കാരണം, അപ്പൊ നമ്മള് ഈ 20ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും 21ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും മനസ്സിലാക്കണം അല്ലെ. 20ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ് അല്ലെ. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? 20ല് പറയുന്നത്. കാരണം ഈ 20ല് ഇപ്പൊ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഓക്കെ. എന്തൊക്കെയാണ് ഈ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം? അതായത് 20ല് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? മുൻകാല പ്രാബല്യത്തോടെ എന്ത് ചെയ്യാൻ പാടില്ല? ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. അത് 20ൽ പറയുന്നുണ്ട്. പിന്നെ നിലവിൽ ഉള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് എന്ത്, കുറ്റവാളി എന്ന് പറയുന്നത്. ഇന്ന് എന്താണോ നിയമം നിലവിലുള്ളത് അതിനെ ലംഘിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്തായിക്കോട്ടെ, അതാണ് അവരെന്ത് പറയും? കുറ്റവാളി എന്ന് പറയും. പിന്നെ കുറ്റം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇപ്പൊ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ
കൂടുതലായ ശിക്ഷയ്ക്കോ പിഴയ്ക്കോ ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല. അതായത് ഇന്നിപ്പോ 10-ാം തീയതിയാണ്. ഇന്നിപ്പോ ഞാൻ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ഇന്ന് എന്താണോ നിയമം നിലവിലുള്ളത്, ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ എന്നാണ് അല്ലെ. അപ്പൊ എന്താണോ ഇന്നുള്ള ശിക്ഷ അതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് തരാം, എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി നാളെ ഈ നിയമത്തിൽ കൂടുതൽ ശിക്ഷ വരികയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് ആ ശിക്ഷ തരാൻ പാടില്ല. ഇന്ന് എന്താണോ കുറ്റം ചെയ്തത്, ഇന്ന് എന്താണോ നിയമം നിലവിലുള്ളത്, അത് മാത്രമേ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല അല്ലെ. എന്താണ്, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്കെതിരെ ഒരു വ്യക്തിയെ എന്താണ്, അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ കുറ്റം ചെയ്തുവെങ്കിൽ എനിക്കെതിരെ തെളിവുകൾ നൽകാൻ ഞാൻ തന്നെ തെളിവ് നൽകണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രേരിപ്പിക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ കാര്യങ്ങളാണ് 20 പറയുന്നത്. ഇനി 21 എന്താണ് പറയുന്നത്, എന്താണ്, നമ്മുടെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത് അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ അത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് 20ഉം 21ഉം ഒഴിച്ചിട്ടുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യുകയുള്ളൂ. പിന്നെ ആർട്ടിക്കിൾ 19, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ 12 മുതൽ 35 വരെയാണല്ലോ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യും. അത് ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. എപ്പോഴാണ്, ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ വിദേശ അധിനിവേശം പോലുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഏത് ചെയ്യുകയുള്ളൂ, റദ്ദ് ചെയ്യുകയുള്ളൂ, 19 റദ്ദ് ചെയ്യുകയുള്ളൂ. 19 റദ്ദ് ചെയ്യുള്ളൂ. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ എന്തു ചെയ്യും, നിഷ്പ്രഭമാകും. ഇങ്ങനെ ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴിച്ചിട്ടുള്ളവ മാത്രമാണ് നിഷ്പ്രഭമാകുന്നത്. ഇനി ആർട്ടിക്കിൾ 19 നിഷ്പ്രഭമാകും. ഏത് സാഹചര്യത്തിലാണ്, ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിദേശ അധിനിവേശ സമയത്ത് മാത്രമാണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം നിങ്ങൾ നോക്കുക. കാറ്റഗറി നമ്പർ 31 മൗലികാവകാശങ്ങളുടെ ഇമ്പോർട്ടന്റ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്, സ്വത്തവകാശമാണ്. ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ സ്വത്തവകാശം എന്തായിരുന്നു, ഒരു മൗലിക അവകാശം ആയിരുന്നു. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എപ്പോഴാണ്, 1950 ജനുവരി മാസം 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ. അതിൽ ഒന്നാണ് ഏത്, സ്വത്തവകാശം മൗലികാവകാശമാണ്. എന്നാൽ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്താക്കി, മൗലികാവകാശത്തിനെ എന്ത് ചെയ്തു, ഒരു നിയമ അവകാശമാക്കിയിട്ട് മാറ്റിയെടുത്തു. ഓക്കെ. ഇന്ന് സ്വത്തവകാശം എന്താണ്, നിയമാവകാശമാക്കി മാറ്റി അല്ലെ. അപ്പൊ നമുക്കറിയാം മൗലികാവകാശം, സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമായിരുന്നു. അതിനെ ഇപ്പൊ നിയമാവകാശമാക്കി മാറ്റി. ഒരു വാക്കുകൾ കൊണ്ടോ ഒരു മീറ്റിംഗ് ചേർന്നിട്ടോ പറ്റില്ല. അതിന് എന്ത് വേണം, ഒരു ഭരണഘടനാ ഭേദഗതി വേണം. മൗലികാവകാശത്തിൽ തൊട്ട് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം. അപ്പൊ ഇവിടെ സ്വത്തവകാശത്തിനെ മൗലികാവകാശത്തിൽ നിന്നും നിയമാവകാശമാക്കി മാറ്റാൻ എന്തു ചെയ്തു, 1977
1948 44-ാമത്തെ ഭേദഗതിയിലൂടെ ആണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ നിയമവകാശമാക്കി മാറ്റിയത്. 1979 ഇത് നിലവിൽ വരികയും ചെയ്തു. മനസ്സിലായോ? അപ്പോ ഈ സ്വത്തവകാശത്തിനെ നിയമാവകാശമാക്കി മാറ്റി എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ ഇപ്പൊ സ്വത്തവകാശം മൗലികാവകാശത്തിൽ അല്ല. അപ്പൊ ഇപ്പൊ സ്വത്തവകാശം എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് കിടക്കുന്നത്? 12-ാം ഭാഗത്തിലാണ്. ഏതിലാണ്? 12-ാം ഭാഗത്തില് ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300A പിന്നെ ഏതാണ്? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് കേട്ടോ. 300A കൂട്ടിച്ചേർത്തു കേട്ടോ. 300A കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അനുച്ഛേദം എന്നൊക്കെ പറയും അല്ലേ. 300A കൂട്ടിച്ചേർത്ത്. അതുപോലെ ഇപ്പൊ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. 300A കേട്ടോ. 12-ാം ഭാഗത്തില് ആർട്ടിക്കിൾ 300A ഇപ്പൊ എന്ത് കിടക്കുന്നത്? സ്വത്തവകാശം കിടക്കുന്നത് കേട്ടോ. ആദ്യം ഏത് ആർട്ടിക്കിളായിരുന്നു മൗലികാവകാശം ഉള്ള സമയത്ത്? 31 കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ 12 മുതൽ 35 വരെയല്ലേ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അതിൽ 31 എന്ത്? സ്വത്തവകാശം ഒരു മൗലികാവകാശമായിട്ട് മാറ്റിയത്. അപ്പൊ ഈ 31 മാറ്റിയിട്ട് 300A കൊണ്ട് ഇതിനിട്ടു? ഈ സ്വത്തവകാശത്തിനെ ഇട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൗലികാവകാശത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ഇതിൽ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്? അയിത്ത നിർമാർജനമാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 17 അല്ലെ. 12 മുതൽ 35 വരെയാണ് നമ്മൾ പറയാറുണ്ട്. അതിൽ 17 ഏത്? അയിത്ത നിർമാർജനത്തെ കുറിച്ചിട്ടാണ് ഏത് പറയുന്നത്? ആർട്ടിക്കിൾ 17 മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അസമത്വത്തിന്റെ പ്രാകൃത രൂപമാണ് ഏത് എന്ന് പറയുന്നത്? അസമത്വം. സമത്വമാണോ? അല്ല, അസമത്വത്തിന്റെ പ്രാകൃത രൂപമാണ് ഏത് എന്ന് പറയുന്നത്? അയിത്ത നിർമാർജനം. നമുക്കറിയാം അല്ലെ. അയിത്ത നിർമാർജനം പറയുമ്പോൾ അയിത്തത്തിന്റെ പേരിൽ തന്നെ അല്ലെ ഓരോ സ്ത്രീയെയും ക്രൂരമായി പീഡിപ്പിക്കുന്ന ജനതയുണ്ട് അല്ലെ സമൂഹത്തില്. അപ്പോ അത് എന്ന് പറയുന്നത് എന്താണ്? അത്രയും സമത്വമില്ലായ്മയാണ് അല്ലെ. ആ ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള ആ ഒരു അസമത്വം അല്ലെ, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി അല്ലെ, അതാണ് എന്ത് പറയുന്നത്? ഈ അയിത്ത നിർമാർജനം എന്ന് പറയുന്നത് അല്ലെ. ഈ അയിത്തം എന്ന പദം ഒരിക്കലും എവിടെ പ്രതിപാദിച്ചിട്ടില്ല? ഭരണഘടനയില് ഒരു ഈ പദം ഇല്ലാട്ടോ. അയിത്തം എന്ന പദം ഭരണഘടനയിൽ ഇല്ലാട്ടോ. അത് മനസ്സിലാക്കണം. അയിത്തം എന്ന പദം ഭരണഘടനയില് എന്തില്ല? വാക്കേ ഇല്ല. ഇനി ഈ ആർട്ടിക്കിൾ 17 ഉണ്ടല്ലോ. ഈ ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യണം? ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് എന്ന് ആര് പറയുന്നുണ്ട്? സുപ്രീം കോടതി പറയുന്നുണ്ട് കേട്ടോ. സുപ്രീം കോടതി പറയുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യണം? ഓരോ സംസ്ഥാനങ്ങളുടെയും ബാധ്യതയാണ്, ഭരണഘടനാപരമായ ബാധ്യതയാണ്. അതായത് അവര് തീർച്ചയായിട്ടും ഇതിന് എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി പൊരുതണം എന്നാണ് പറയുന്നത്. ആര്? സുപ്രീം കോടതി. മനസ്സിലായോ? അപ്പൊ ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം അതൊരിക്കലും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരോധന നിയമം നിലവിൽ വന്നത് 1955 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 55 ഇനി എന്ത് ചെയ്തു? ഇനി ഇങ്ങനെ എന്നും ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം, തൊട്ടുകൂടായ്മ അല്ലെ, അൺടച്ചബിലിറ്റി അല്ലെ, ഇത് ഇങ്ങനെ ഈ പദം വേണ്ട അല്ലെ, അത് തന്നെ പ്രാകൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പുതിയൊരു വാക്ക് കൊണ്ടുവന്നു. എന്താണ് അത് കൊണ്ടുവന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ പുതിയ പേര് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. സിവിൽ റൈറ്റ്സ്
ആക്ട് അല്ലെ, സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് എന്ത് ചെയ്തത് 1976 കേട്ടോ. 1976 ഒരു ഭേദഗതിയിലൂടെയാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് ആക്കിയത് കേട്ടോ. 1976 കേട്ടോ. അതേപോലെ ഈ ആർട്ടിക്കിൾ 17 കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി അല്ലെ, മഹാത്മാ ഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയതാണ് ഏത് ആർട്ടിക്കിള്, ആർട്ടിക്കിൾ 17. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അസ്പൃശ്യത. എന്താണ് അസ്പൃശ്യത കേട്ടോ, അൺടച്ചബിലിറ്റി. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത്, പ്രീവിയസ് ആണ്. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 17. അപ്പൊ ആർട്ടിക്കിൾ 17 കുറിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നും കൂടി പറഞ്ഞേട്ടേടാ, ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 എന്തൊക്കെ നമ്മൾ പഠിക്കണം. അസമത്വത്തിന്റെ പ്രാകൃത രൂപമാണ് ഏത്, ഈ അയിത്താചരണം എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോ ആർട്ടിക്കിൾ 17 പ്രകാരം എന്ത് ചെയ്യണം, ഓരോ വ്യക്തിക്ക് അവകാശം ലംഘിക്കാൻ പാടില്ല അല്ലെ. അയിത്തത്തിന്റെ പേരില് ഒരു വ്യക്തിക്കും അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് ആര് പറയുന്നുണ്ട്, സുപ്രീം കോടതി പറയുന്നുണ്ട്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955 കേട്ടോ. 55. ഇനി ഈ പദം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് 1976 ഭേദഗതിയിലൂടെ എന്ത് ചെയ്തത്, അതിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കിയത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 17. ഇനി നോക്കൂ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം കണ്ട വീണ്ടും വന്നു. ഏതെന്ന്, നമ്മുടെ മൗലിക അവകാശങ്ങളിൽ നിന്നും വന്നത് അല്ലെ. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്, 19ാം അനുച്ഛേദമാണ് അല്ലെ. ഏതാണ്, 19ാം അനുച്ഛേദമാണ്. അപ്പൊ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് അറിയോ നിങ്ങൾക്ക്? പഠിച്ചു കഴിഞ്ഞ റിവിഷൻ കഴിഞ്ഞിരിക്കുന്നവരടുത്ത് എന്താണ് അല്ലെ. കാരണം ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ചോട്ടാ, 7 മൗലിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിൽ 1 എടുത്തു മാറ്റി. നമ്മൾ പഠിച്ചില്ലേ, കഴിഞ്ഞ പറഞ്ഞില്ലേ, സ്വത്തവകാശത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അത് ഏതിലായിരുന്നു? ഈ മൗലിക സ്വാതന്ത്ര്യത്തിൽ പെടുന്നതായിരുന്നു. അതില് 19 F19 F ഇത് എന്തായിരുന്നു? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു. നമ്മൾ പഠിച്ചു 1978 44ാം ഭേദഗതിയിലൂടെ അത് എടുത്തു മാറ്റി എന്ന് പറഞ്ഞില്ലേ, സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി. അതുകൊണ്ട് 19 F എടുത്തു കളഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്പൊ ഉള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 1 പഠിച്ചോ. 19 A എന്താണ്? 19 A സംസാരത്തിനും സംസാരത്തിനും അതുപോലെ ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. സംസാരത്തിന് ആശയ പ്രകടനത്തിനും ഉള്ള സ്വാതന്ത്ര്യം. അടുത്തത് 19 ഏതാണ്? ബി ല്ലേ. 19 ബി ആണ്. എന്താണ്? സമാധാനപരമായിട്ട്, അതായത് നിരായുധരായിട്ട്, ആയുധങ്ങളൊന്നും ഇല്ലാതെ നിരായുധരായി എന്ത് ചെയ്യണം? സമാധാനപരമായിട്ട് ഒത്തുചേരണം. സമാധാനപരമായി ഒത്തുചേരണം, ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് ഒത്തുചേരണം എന്നാണ് 19 B രണ്ടാമത്തെ മൗലിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, 19 C ആണ്. ഏതാണ് നമുക്ക് സി പറയുന്നത്? സംഘടനകളും എന്താണ്? സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും. സംഘടനകളും പ്രസ്ഥാനങ്ങളും എന്ത് ചെയ്യണം? രൂപീകരിക്കുന്നതിനുള്ള അവകാശം. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള അവകാശമാണ്. ഓക്കെ. പിന്നെ 19 D 19 D എന്താണ്? ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യാം?
സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചരിക്കാൻ, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി 19-1 ഈ എന്താണ് 19-1 ഈ പറയുന്നത്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ കഴിഞ്ഞ് എഫ് ഉണ്ടോ? എഫ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എഫ് എടുത്തു മാറ്റി. 1978 44-ാം ഭേദഗതിയോടുകൂടിയിട്ട് എന്ത് ചെയ്തു? 19-1 എഫ് എടുത്തു കളഞ്ഞു. ആദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 19-1 എഫ് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെ? ഉണ്ടായിരുന്നു. അത് എന്താണ്? സ്വത്തവകാശത്തിന്റെ മൗലികാവകാശം, അല്ലെ? മൗലിക സ്വാതന്ത്ര്യത്തിൽ പെടുന്നതായിരുന്നു ഏത്? സ്വത്തവകാശം എന്ന് പറയുന്നത്. അത് എടുത്തു മാറ്റി. അപ്പൊ എഫ് ഇല്ല. ചോദ്യം വന്നിട്ടുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യത്തിൽ എടുത്തു കഴിഞ്ഞ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. 19-1 എഫ് ആണ് കേട്ടോ. 19-1 എഫ് ആണ്. എഫ് കഴിഞ്ഞു. ഇനി അത് ഏതാണ്? ജി ആണ്. ജി എന്താ പറയുന്നത്? ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും, എന്താണ്? ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും, പിന്നെ എന്താണ്? സ്വന്തമായിട്ട് വ്യവസായം, സ്വന്തമായിട്ട് ഒരു വ്യവസായങ്ങൾ തുടങ്ങാനും അതുപോലെ കച്ചവടം തുടങ്ങാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. 19-1 ജി പറയുന്നത്. അപ്പൊ ഇപ്പോ എത്ര അവകാശം? അതിന്റെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചോ? ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭ്യമാകോ? ഇല്ല. ആർക്കാണ്? നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കും, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും, അതുപോലെ തന്നെ രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും മാത്രമേ. നമ്മുടെ രാജ്യത്തെ കമ്പനികളുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. വിദേശികൾക്ക് ലഭിക്കുമോ? വിദേശികൾക്ക് 6 മൗലിക സ്വാതന്ത്ര്യം ലഭിക്കുമോ? ഇല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർക്കാണ് ലഭിക്കുക? നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരനും 6 മൗലിക സ്വാതന്ത്ര്യം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് പതറാൻ പാടില്ല കേട്ടോ. രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കുമാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ലഭ്യമാകുന്നത്. വിദേശികൾക്ക് ലഭ്യമല്ല. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നോക്ക്, ഞാൻ ഓരോ ടോപ്പിക്കും പറയുമ്പോൾ ഞാൻ ആ ടോപ്പിക്ക് മുഴുവനായിട്ട് ഇവിടെ എടുത്തു തരാണ് കേട്ടോ. ആ ടോപ്പിക് അവിടെ മുഴുവനായിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് തട്ടിക്കൂട്ടി 4 പോയിന്റ് പറഞ്ഞുകൊണ്ട് അനുബന്ധ വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 4 പോയിന്റ് ഞാൻ പറഞ്ഞു പോകുന്നില്ല. കണ്ടോ? 19 നിങ്ങൾ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇതിൽ ഒരു പോയിന്റ് ഒന്നും നോട്ട് ചെയ്യണം. 2011 97ാമത്തെ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 97ാമത്തെ ഭേദഗതി 2011 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതില് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, സഹകരണ ബാങ്കുകള്, കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൗലിക സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് കേട്ടോ. 2011 97ാം ഭേദഗതിയിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? കണ്ടോ? മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കേട്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള, ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൗലിക അവകാശത്തെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ? മൗലിക അവകാശം. 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രപതിക്ക് എന്ന് പറയുന്നത്? അത് നമ്മൾ പഠിക്കണം. അതായത് ആർട്ടിക്കിൾ 361 കേട്ടോ. ആർട്ടിക്കിൾ 361 പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്, അല്ലെങ്കിൽ ആർക്കാ? ഗവർണർക്കും ഉണ്ട് കേട്ടോ. പ്രസിഡന്റ് മാത്രമല്ല, ഗവർണർക്കും ഉണ്ട്. പ്രസിഡന്റിനും ഗവർണർക്കോ അനുവദിക്കപ്പെടുന്ന അവകാശമാണ് ഏത് എന്ന് പറയുന്നത്?
ആർട്ടിക്കിൾ 361 കേട്ടോ. ആർട്ടിക്കിൾ 361 ഇന്ത്യൻ പ്രസിഡന്റിനോ ഗവർണർക്കോ അനുവദിക്കപ്പെടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഈ ആർട്ടിക്കിൾ 361 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനും ഗവർണർക്കൊക്കെ അനുവദിക്കപ്പെടുന്ന അവകാശം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ ഇവരുടെ അധികാര പരിധിയിൽ കുറെ വിഷയങ്ങൾ കിടക്കുന്നുണ്ടാവും അല്ലെ? പ്രസിഡന്റിന്റെയും ഗവർണറുടെ കീഴിലൊക്കെ അവരുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് കോടതിയിൽ വെളിപ്പെടുത്താൻ ആർക്ക് ബാധ്യസ്ഥനല്ല? പ്രസിഡന്റോ ഗവർണറോ ബാധ്യസ്ഥനല്ല. ഇനിയിപ്പോ ഒരു കോടതി പറയുകയാണ് എന്താണ്? ഗവർണർ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആർട്ടിക്കിൾ 361 പ്രകാരം ഭരണഘടനയിൽ ഇവർക്ക് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് ഒരു പദവി നൽകുന്നുണ്ട് അല്ലെ? എന്താണ്? അതാണ് നിയമത്തിന് മുന്നിൽ തുല്യത എന്ന പദവി. കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക. അവർ ഒരിക്കലും എന്ത് ചെയ്യല്ല? കോടതിയിൽ പോയിട്ട് ഇവരുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വെളിപ്പെടുത്താൻ ഇവര് ബാധ്യസ്ഥരല്ല കേട്ടോ. ബാധ്യസ്ഥരല്ല. അതുപോലെ തന്നെ ഇവര് അധികാരത്തിൽ തുടരുന്ന കാലത്തോളം എന്താണ്? അവർക്കെതിരെ ഒരു കോടതിക്കും ക്രിമിനൽ നടപടികൾ എടുക്കാൻ സാധിക്കില്ല കേട്ടോ. ഇപ്പൊ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് അല്ലെ? അപ്പൊ അവർക്കെതിരെ അവരുടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം, ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന കാലത്തോളം അവർക്കെതിരെ ഒരു ക്രിമിനൽ നടപടിയും എടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ. ഞാൻ ഇത്രയും 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് തെറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ ഇങ്ങനെയാണ് അല്ലെ? അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യാനോ അതുപോലെ ജയിലിൽ അടയ്ക്കാനോ ഒരു നടപടിയും അവരുടെ ഭരണകാലത്ത് ഒരു കോടതിക്കോ എന്ത് ചെയ്യാം? പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ചുമത്താൻ കഴിയില്ല. ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. അവർക്കെതിരെ ഒരു കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിമിനൽ നടപടികൾ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ ഇവർക്കെതിരെ ഒന്നും സാധിക്കില്ല കേട്ടോ. ഇനി ഇവർക്കെതിരെ ഇനിയിപ്പോ ഇവർ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് കാണുകയാണെങ്കിൽ അതായത് രാഷ്ട്രപതിയോ ഗവർണറോ ആ സ്ഥാനം വഹിച്ചു തുടങ്ങിയാല് അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾക്കെതിരെ ഇവരെന്തെങ്കിലും ഒരു പ്രവർത്തനത്തിനെതിരെ എന്തെങ്കിലും ഇവർക്കെതിരെ ചെയ്യണമെങ്കിൽ 2 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്യണം? 2 മാസം മുമ്പ് തന്നെ 2 മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകിയാതെ യാതൊരു സിവിൽ നടപടിയോ കോടതി നടപടിയോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും, എത്ര മാസം മുമ്പാണ് എന്ന് ചോദിക്കും. 2 മാസം മുമ്പാണ് കേട്ടോ. 2 മാസം മുമ്പ് വരെ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ ആർട്ടിക്കിൾ 14നെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? ആർട്ടിക്കിൾ 14നെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കതാ എന്തൊക്കെയാണ് ഓർമ്മ കിട്ടുന്നുണ്ടോ? ആർട്ടിക്കിൾ മനസ്സിൽ പറയാൻ കഴിയണം. നമുക്കിങ്ങനെ പുറത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആർട്ടിക്കിൾ 14 ഇന്നതാണെന്ന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിജയിച്ചു. അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിൾ 14 പറയുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെ? നിയമത്തിന് മുന്നിൽ എന്താണ്? നിയമത്തിന് മുമ്പില് സമത്വം. പിന്നെ എന്താ പറയുന്നത്? നിയമം മുഖേന തുല്യ സംരക്ഷണം അല്ലെ? നിയമം മുഖേന തുല്യ സംരക്ഷണം. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. നിയമത്തിന് മുമ്പിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് ഏതിലാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ഒരു നെഗറ്റീവ് ആശയമാണ്. നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നുള്ളത് ഒരു പോസിറ്റീവ് ആശയവുമാണ് കേട്ടോ. പോസിറ്റീവ് ആശയവുമാണ്. അത് പഠിക്കണം. പിന്നെ നിങ്ങൾ ഈ ആർട്ടിക്കിൾ 14 ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ പൗരന് മാത്രമല്ല കേട്ടോ. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ പൗരന് മാത്രമല്ല, പിന്നെ ആർക്കാണ്? വിദേശ പൗരന്മാർക്കും എന്ത് ചെയ്യും? പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, കമ്പനികള്, രജിസ്റ്റേർഡ് സൊസൈറ്റീസ് എല്ലാ ഇവർക്കൊക്കെ എന്താണ്? ഈ ആർട്ടിക്കിൾ 14 ലഭ്യമാകും കേട്ടോ. ഇന്ത്യൻ പൗരന്മാർക്ക്
വിദേശ പൗരന്മാർക്ക്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന്, കമ്പനികൾക്ക്, രജിസ്റ്റേർഡ് സൊസൈറ്റികൾക്കൊക്കെ ആർട്ടിക്കിൾ 14 ലഭ്യമാകും. പിന്നെ ആർട്ടിക്കിൾ 14 പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ആർട്ടിക്കിൾ 14 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം ആണ്. അതുകൊണ്ട് ഇത് പഠിച്ചോ നമ്മുടെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ആർട്ടിക്കിൾ 14 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 14 എന്ത് ചെയ്യാൻ കഴിയില്ല? നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനോ എന്ത് ചെയ്യില്ല? സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം ആണ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 14 നീക്കം ചെയ്യുവാനോ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനോ സാധിക്കില്ല. പഠിച്ചോ? ഇങ്ങനെ ഒരു പോയിന്റ് വന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്താണ് 2021 വെച്ചിട്ടുള്ളതൊക്കെ റദ്ദ് ചെയ്യുന്നത്. 19 യുദ്ധമോ അധിനിവേശ സമയത്ത് മാത്രമേ റദ്ദ് ചെയ്തു. അപ്പൊ 14 അങ്ങോട്ട് എന്ത് ചെയ്യും? ഒക്കെ അതിലേക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താന്നൊക്കെ ചിന്തിക്കില്ല, പറ്റില്ല. ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരിക്കലും ആർട്ടിക്കിൾ 14 നീക്കം ചെയ്യാനോ അതിന്റെ അടിസ്ഥാന ഘടനയിലോ സ്വഭാവങ്ങളിലോ മാറ്റം വരുത്താനോ സാധിക്കില്ല. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ ആർട്ടിക്കിൾ 14 വേറെ പോയിന്റ് പഠിച്ചത് എന്താണ്? ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത, അല്ലെ? ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുമ്പിൽ തുല്യത എന്ന പദവി ലഭിക്കുന്നത് ഇളവ് ലഭിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കും പിന്നെ ഗവർണർക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ പോട്ടെ. നമുക്ക് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വേഗം തീർത്തു പോകുക. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. വേറെ സുപ്രധാന നിയമങ്ങളിൽ നിന്നോ വേറെ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടയിൽ കൂടെ മിക്സ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇടയിൽ കൂടെ മാറ്റിയിട്ട് തരാം. ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് തരാം കേട്ടോ. ഇങ്ങനെ ഇന്നിപ്പോ നമ്മൾ എത്ര പോയിന്റുകൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലേ? ഓരോന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. കുറേ നമ്മൾ പഠിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കണ്ടോ? ഇങ്ങനെ പോവാം. നിങ്ങൾ അഭിപ്രായം താഴെ പറയാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാരെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 31/2021 കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ടോപ്പിക് എടുത്തുമ്പോൾ അവിടെ അതൊക്കെ കഴിയും കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.